ഈ ലോകം വെറുതെ ഉണ്ടായതാണോ? കുറെ മനുഷ്യര്, പലതരം ജീവികള്, കുറെ മനുഷ്യർ നന്മ ചെയ്യുന്നു, വേറെ കുറെ ആൾക്കാർ തെറ്റ് ചെയ്യുന്നു, അവസാനം എല്ലാവരും മരിച്ചു മണ്ണോട് ചേരുന്നു. ഇത് ബുദ്ധിക്ക് നിരക്കുന്നതാണോ? ലോജിക്കലാണോ? അല്ലല്ലോ. തീർച്ചയായും അവർക്ക് രക്ഷയും ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് തന്നെ അതിന് സംവിധാനമില്ലേ? പോലീസുണ്ട്, കോടതിയുണ്ട്, ജയിലുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ പുരസ്കാരങ്ങൾ ഈ രാജ്യം തന്നെ ഭാരതരത്നയൊക്കെ നൽകുന്നില്ലേ? എങ്കില് ഏറ്റവും വിശിഷ്ടമായ സമ്മാനങ്ങൾ ലഭിക്കേണ്ട ഇടം, അതേപോലെ തന്നെ കുറ്റവാളി നീതിപൂർവം ശിക്ഷിക്കപ്പെടേണ്ട ഇടം ഉണ്ടാവേണ്ടതില്ലേ? അതിനെക്കുറിച്ചുള്ള അറിവാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലോകം മതിയാവില്ല. മറ്റൊരു ലോകത്ത് മാത്രമാണ് യഥാർത്ഥ രക്ഷാശിക്ഷകൾ, നീതി പുലരുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്, അതിലേക്ക് എത്തിച്ചേരലാണ് ഇൽമുൽ യഖീൻ. അതിന് ഈ ലോകം മുഴുവനും നമുക്കൊരു പാഠപുസ്തകമാണ് ശരിക്കും. ഈ ലോകത്തെ സംവിധാനങ്ങൾ, ഇതിന്റെ പിന്നില് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈ ലോകത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ. സയൻസ് എന്താ പറയാ അതിന്? ബിഗ് ബാങ് തിയറി എന്ന് പറയും. ഖുർആന്റെ ഭാഷയിൽ കുൻ ഫയക്കൂൻ, ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു കൽപ്പിച്ചു, അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള എല്ലാറ്റിനും എന്തുണ്ടാവും? ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും, അല്ലെ? അതാണ് ശാസ്ത്രം. അതേപോലെ ഈ ലോകം അവസാനിക്കും. അതൊക്കെ ഇൽമുൽ യഖീനാണ്. അത് ദൃഢമായ അറിവായിട്ട് മനസ്സിൽ രൂപപ്പെടണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പരലോക ചിന്ത മനസ്സിലേക്ക് വരും.